നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഈ വർഷത്തെ 101 ദിവസമായ ഇന്ന് തീയതി 10/4/2024 ബുധൻ. മലയാള വർഷം 1199 മീനം 28. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത: ഇന്ന് ഏപ്രിൽ 10, ഈ വർഷത്തെ ഈദ് അൽ ഫിത്തർ ദിനം. എല്ലാവർക്കും ഈദ് ആശംസകൾ. ചാന്ദ്ര കലണ്ടറിനെ അടിസ്ഥാനമാക്കി വിശുദ്ധ റമദാൻ മാസത്തിന്റെ അവസാനത്തിന് ശേഷം മുസ്ലിങ്ങൾ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഉപവസിക്കുമ്പോൾ ഈദ് അൽ ഫിത്തർ അനുസ്മരിക്കപ്പെടുന്നു. ഈദ് ദിനത്തിൽ മുസ്ലിങ്ങൾ പ്രത്യേക പ്രഭാത പ്രാർത്ഥനയ്ക്ക് പോകുകയും പ്രാർത്ഥന അവസാനിച്ചു കഴിഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും, അത് അപരിചിതരോ സുഹൃത്തോ ആകട്ടെ, പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ട് ഈദ് ആശംസകൾ കൈമാറുകയും ചെയ്യുന്നു. ഇന്ന് ലോക ഹോമിയോപ്പതി ദിനം. എല്ലാ വർഷവും ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനം ആഘോഷിക്കുന്നു. ഹോമിയോപ്പതിയുടെ പ്രാധാന്യവും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന് അതിന്റെ സംഭാവനകളും അടയാളപ്പെടുത്തുകയാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ഹോമിയോപ്പതിയുടെ സ്ഥാപകനായ ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് സാമുവൽ ഹാനിമാന്റെ സ്മരണയും ഈ ദിവസം ആദരിക്കുന്നു. 1755 ജനിച്ച സാമുവൽ ഹാനിമാൻ ജർമ്മനിയിലെ മെയ്ൻസെലിലാണ് വളർന്നത്. 1779 എർലാംഗനിൽ അദ്ദേഹം മെഡിക്കൽ ബിരുദം നേടി. ഹോമിയോപ്പതി, ഹോമിയോ, പാത്തോസ് എന്നീ ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് വന്നത്. ഹോമിയോ എന്നാൽ സമാനം, പാത്തോസ് എന്നാൽ കഷ്ടപ്പാട് അല്ലെങ്കിൽ രോഗം. സസ്യങ്ങളിൽ നിന്നോ ധാതുക്കളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ ഉള്ളതിനാൽ പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിച്ചാണ് ഹോമിയോപ്പതി പ്രതിവിധികൾ നിർമ്മിച്ചിരിക്കുന്നത്. ഹോമിയോപ്പതി വിവിധ രോഗങ്ങളെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് അലർജികൾ, മൈഗ്രെയിൻ, വിഷാദം, ക്രോണിക് ക്ഷീണം സിൻഡ്രോം, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, പ്രീമെൻസ്ട്രൽ സിൻഡ്രോം തുടങ്ങിയവ. ഏപ്രിൽ 10 ഇന്നത്തെ ദിവസത്തെ ചരിത്രം. 1815 ഡച്ച് ഈസ്റ്റ് ഇൻഡീസിലെ മൗണ്ട് തമ്പോറ ഒരു വിനാശകരമായ സ്ഫോടനത്തിന് സാക്ഷ്യം വഹിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ അഗ്നിപർവ്വത പൊട്ടിത്തെറി സംഭവിച്ചു. ഏകദേശം 71,000 പേർ കൊല്ലപ്പെട്ടു. ആഗോള അഗ്നിപർവ്വത ശൈത്യത്തിന് ഇത് കാരണമായി. 1912 RMS ടൈറ്റാനിക് കപ്പലിന്റെ കന്നി യാത്രയ്ക്കായി സതാംപ്ടണിൽ നിന്ന് പുറപ്പെട്ടു. അത് കപ്പലിന്റെ അവസാന യാത്രയാണെന്ന് ആരും കരുതിയിരുന്നില്ല. 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ നിന്നും ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ടൈറ്റാനിക് കപ്പൽ യാത്ര തുടങ്ങി. കോടീശ്വരന്റെ സ്പെഷ്യൽ എന്ന് വിളിപ്പേരുള്ള കപ്പലിന്റെ ക്യാപ്റ്റനായിരുന്നു എഡ്വേർഡ് ജെ സ്മിത്ത്. യാത്രക്കിടയിൽ ഏപ്രിൽ 14 ഭീമൻ മഞ്ഞുമലയിലിടിച്ച് ടൈറ്റാനിക് തകർന്നു. ചൈനയിലെ വൻമതിൽ. മനുഷ്യനിർമ്മിതമായ മഹാത്ഭുതങ്ങളിലൊന്നാണ് ചൈനയിലെ വൻമതിൽ. ശാഖകളടക്കം 6325 കിലോമീറ്റർ നീളമുള്ള വൻമതിൽ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വസ്തുവാണ്. ചന്ദ്രനിൽ നിന്ന് നഗ്നനേത്രങ്ങൾ ഉപയോഗിച്ച് കാണാവുന്ന ഒരേ ഒരു മനുഷ്യനിർമ്മിത വസ്തു ഇതാണ് എന്ന് വളരെ കാലമായി ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ പോയ ശേഷമാണ് ഈ ധാരണ മാറിയത്. പിന്നീട് ചൈനക്കാരായ ബഹിരാകാശ സഞ്ചാരികൾ ഇത് ശരിവെക്കുകയും ചെയ്തു. ഏപ്രിൽ 11 നാളത്തെ പ്രധാന ഉത്സവ വിശേഷങ്ങൾ. 6 നോമ്പ് ആരംഭം. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഉത്സവാരംഭം. ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രം നിർമ്മാല. മുണ്ടൂർ പാലക്കീഴുകാവ് കുമ്മാട്ടി. എരമംഗലം പുഴക്കര ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിനം. അറിവ് എല്ലാവർക്കും. PSC ചോദ്യോത്തരങ്ങൾ. ആദ്യം കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യത്തിന്റെ ഉത്തരം. തപാൽ സ്റ്റാമ്പിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യ കേരളീയ നയതന്ത്രജ്ഞൻ ആര്? ഉത്തരം PK കൃഷ്ണമേനോൻ. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ. ഒരു ഒളിമ്പിക് ഇനത്തിന്റെ ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത? ഉത്തരം PT ഉഷ. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂളിന്റെ പേര്? ഉത്തരം മട്ടാഞ്ചേരി. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം നാളത്തെ വീഡിയോയിൽ. ഇന്നത്തെ വാചകം. ജീവിതം നിങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങളിൽ തൃപ്തിപ്പെടരുത്. ജീവിതം വീണ്ടും മെച്ചപ്പെടുത്തുകയും എന്തെങ്കിലും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സുമായി ഇനി നാളെ. നന്ദി, നമസ്കാരം.